ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തളരാൻ പാടില്ല, പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ മുന്നിൽ. അതെ അതെ അതെ. വേർ ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ എന്നാ കേട്ടാ. അത് ശരിയാ. അല്ല എന്താ പറഞ്ഞേ അളിയാ? ഞാൻ പറയാം. വേർ ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. അത് മാത്രം മനസ്സിൽ ഉറപ്പിച്ചാ മതി, പിന്നെ വേറെ ഒരു കുഴപ്പമില്ല. മനസ്സിലായ? അല്ല ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഒന്ന് പറഞ്ഞോളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. വേർ ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ. മനസ്സിലായില്ലേ? എന്താ ഒന്നുകൂടെ പറയണോ? അതെ, നമുക്കേ എല്ലാരും കൂട്ടിയിട്ടാണ് ഒത്തുപിടിക്കണം കേട്ടാ. അളിയ ഈ ചട്ട എടുത്തിട്ട് അതിലേക്ക് അത് അടിപിടിക്കോളിയാ. പിന്നെ ഇത് അടിപിടിക്കാൻ നോക്കണേ, അല്ലെങ്കിൽ അവരെല്ലായിടത്തും നമ്മുടെ തലക്കിടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, എന്തോ സംഭവം ഉണ്ടല്ലോ ശാലിനി. അതാ എനിക്ക് സംശയം. അതെ, ഞാൻ ഒന്ന് പോയി ചുരണ്ടി നോക്കട്ടെ. പോയിട്ട് വരട്ടെ. അതെ, എന്താ പുതിയൊരു ഊർജം? അതെ, നിങ്ങൾ പെണ്ണുങ്ങളുടെ പാചകത്തിന്റെ സീക്രട്ട് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. എന്ത് സീക്രട്ട്? അത് ഇയാള് വേറെ ആരോടും പറയണ്ട. ശരി, വിഷ്ണുട്ടൻ പറ. വെറുതറവിൽ. എന്താ ഒന്നുകൂടി പറഞ്ഞേ? എന്തു വെറുതറവിൽ മനസ്സിലായ? ഇതുവരെ എല്ലാം കറക്റ്റ്. അർജുനേട്ടാ, നിങ്ങളിപ്പോ എന്താ വിഷ്ണുവേട്ടനോട് പറഞ്ഞേ? സിമ്പിൾ. വേർ ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. എന്താ എന്തെങ്കിലും പ്രശ്നം? ഒന്നുകൂടെ പറയണോ? വേണ്ട. എന്തായി സാറേ? എടുത്ത ഞാൻ നോക്കിയതാ. അതെ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്താ ഐഡിയ ഇവിടെ? ഒന്നുമില്ല. എന്താവോ എന്റെ ശാലിനി. സത്യഭാമയുടെ മകൻ മാത്രമല്ല, മരുമകനും കോളേജ് ലെക്ചറായ രാജീവ് സാറും. സമയം കളയാൻ വേണ്ടി ഞങ്ങളൊരു ടാസ്ക് കൊടുത്തതാമേ ഇവർക്ക്. ഒരു ഗെയിം. അല്ലെങ്കിൽ അർജുനേട്ടൻ ജോലി ചെയ്യുന്നത് കണ്ടോണ്ട് ഞാനും, വിഷ്ണുവേട്ടൻ ജോലി ചെയ്യുന്നത് കണ്ടോണ്ട് ശാലിനിയും, രാജീവ് സാറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ശാരിക എവിടെയെങ്കിലും നിൽക്കുവോ? ആന്റി വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. നീ മിണ്ടരുത് സുസ്മിത. എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ അറിയാം. നീ അമ്മയുടെ തലയ്ക്കകത്ത് കയറി ഇരിക്കണ്ട. ആന്റി, പ്രീതി പറയുന്നത് കേട്ടോ? പ്രീതി പറഞ്ഞതാ സുസ്മിത. ശരി, ഞാൻ തെറ്റിദ്ധരിച്ചതാ. പോട്ടെ. സത്യമേ, നമുക്ക് പൂജാമുറിയിലേക്ക് ഇരിക്കാം. പൂജ തുടങ്ങാൻ സമയമായി. ശരി, വന്നാട്ടെ. വാ സുസ്മിത. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു മിനിറ്റ്. പൂജാവേളകളിൽ കണിമംഗലത്തിന് ജ്ഞാനദൃഷ്ടി ഉദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പറയുന്നത് അച്ചട്ടാവുന്നു. സീതാരാമന്മാരെ പോലെ ശ്രേഷ്ഠ ദാമ്പത്യമാണ് ഈ 3 ജോഡി ദമ്പതികൾക്കും വിധിച്ചിരിക്കുന്നത്.
ഏത് ശൂർപ്പണക വിചാരിച്ചാലും ഇവരെ തമ്മിൽ പിരിക്കാനാവില്ല. മൂക്കും മറ്റവയവങ്ങൾക്കും ഭംഗം നേരിടുമെന്ന് മാത്രം. ഓ പിന്നെ ഇയാള് പറഞ്ഞ ഉടനെ അങ്ങ് നടക്കുകയല്ലേ, ഓലക്കേടെ മൂട്. പിന്നെ മുന്നിൽ കാണുന്നത് പറയാനല്ലോ അല്ലേ? പറയണം തിരുമേനി. ഇക്കൂട്ടത്തിൽ ഒരു ദമ്പതികൾക്ക് വിരഹദുഃഖം വിധിച്ചിട്ടുണ്ട്. ദൈവമേ അനുഗ്രഹിക്കണേ. ഭാര്യ മരണത്തിന്റെ വക്കുവരെ എത്തും. അയ്യോ, ശേഷം ചിന്തിയും. പ്രീതിയുടെ കുഞ്ഞ് അബോഷനായി പോയതല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? തിരുമേനി, നാരായണൻ കാണിച്ചു തരുന്നത് ഞാൻ പറയുന്നു. വ്യാഖ്യാനം എന്റെ ചുമതലയല്ല. ആ തിരുമേനി പറഞ്ഞത് ന്യായോ ഭാമാൻഡി? ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് പ്രീതിയല്ലേ? പറയ് പ്രീതി. കണിമംഗലം വെറുതെ അങ്ങനെയൊന്നും പറയില്ല. ദേ, മറുപടി പറയേണ്ടത് നീയാ. നീ കുടുങ്ങി പ്രീതി. എന്റെ സംശയം ശരിയായി. ഇത്രയും പേർക്ക് മുന്നിൽ വെച്ച് ഉള്ള സത്യം പറയാ. സ്ഥലവും സന്ദർഭവും എല്ലാം പെർഫെക്റ്റ് ഫിറ്റ്. വന്നത് വെറുതെ ആയില്ല. സംഭവിക്കുന്നത് എല്ലാം നല്ലതിന്. നിനക്കൊന്നും പറയാനില്ലേ? ഈശ്വര, പ്രീതി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും? പ്രീതി, നിന്നോടാ പറഞ്ഞത് സത്യം പറയാൻ. എന്റെ ദേവി, ആ കുഞ്ഞിന്റെ കാര്യം. പ്രീതി, നീ ഒന്നും പറയാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ, അത് പറഞ്ഞൂട്. വിഷ്ണുട്ടാ, അല്ലടി, നീ ഉള്ള സത്യം അമ്മോട് പറ. എടി, അബോഷനായപ്പോ കുഞ്ഞിന്റെ ആത്മശാന്തിക്ക് വേണ്ടിട്ടേ ശാരദാമ്മ ഉണ്ണിക്കണ്ണിന് പൂജ ചെയ്ത് നീ മറന്നുപോയോ? ആ ആത്മാവിനെ ഉണ്ണിക്കണ്ണന്റെ കാവലുണ്ടെന്നാണ് കണിമംഗലം തിരുമേനി പറഞ്ഞത്. നല്ല ആത്മാക്കള് ശ്രീരാമഭാഗത്തിലല്ലേ ലയിച്ചു വരുന്നത്. അല്ലേ തിരുമേനി? പറഞ്ഞുവല്ലോ, വ്യാഖ്യാനം എന്റെ ചുമതലയല്ല. ഇക്കാര്യം നിനക്കങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പ്രത്യാഘാതങ്ങൾ താങ്ങാനുള്ള കരുത്തില്ലെങ്കിൽ ഇതിനൊന്നും പോകാൻ പാടില്ലായിരുന്നമ്മേ. ഞാൻ അത് പെട്ടുപോയി. പെട്ടുപോയെന്ന് പെടാൻ തുടങ്ങിയപ്പോഴേ അമ്മയ്ക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ ഞാൻ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഞാൻ മാത്രമായോ കുറ്റക്കാരി? കൂട്ടി നിന്നത് ശരി തന്നെയാ. പക്ഷെ ഒരു പരിധി വിടുന്നു എന്ന് തോന്നിയപ്പോഴല്ലേ ഞാൻ മുന്നറിയിപ്പ് തന്നത്. ഹേമലതയെ പോലെ ഒരാൾ രംഗത്ത് വന്നപ്പോ തന്നെ നമ്മൾ അപകടം മനസ്സിലാക്കി പിന്മാറേണ്ടതായിരുന്നു. എങ്ങനെ പിന്മാറണമെന്നാടി? നീ കണ്ടതല്ലേ എല്ലാം മുന്നിൽ നിന്നിട്ട്. തെക്കങ്കൂർ കോവിലകവുമായി ഞാനൊരു ബന്ധം ആലോചിച്ചതും ഉറപ്പിച്ചു എന്നുള്ളത് ശരിയാ. അതൊക്കെ സാധാരണ എവിടെ സംഭവിക്കുന്നതല്ലേ. അന്ന് ഹേമലത എന്നൊരാൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്കിങ്ങനെ പരസ്പരം പഴി പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രീതി ഒഴിവാക്കി വിടണമെന്നും
അർജുന് രണ്ടാം വിവാഹം വേണോന്നുള്ളത് നിന്റെ കൂടി വാശിയല്ലായിരുന്നോ? അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. സത്യഭാമയോടുള്ള അഭിപ്രായ വ്യത്യാസവും വൈരാഗ്യമൊക്കെ അമ്മ മറക്കാൻ തയ്യാറായാലും അവരുടെ മകളോട് ഞാൻ ക്ഷമിക്കില്ല. പക്ഷെ അവളിപ്പോ ജയിച്ചു നിൽക്കുക. നമ്മൾ ഭയന്നതുപോലെ അർജുനേട്ടനെ അവള് നമ്മൾ ഇന്ന് അടർത്തിയെടുത്തു. സത്യഭാമയായിട്ടും അവള് സന്ധ്യയായിന്ന് അറിയാൻ കഴിഞ്ഞത്. ദാ, ഇനി സുസ്മിതയുടെ കല്യാണം കൂടി കഴിഞ്ഞ പ്രീതിക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. പ്രീതി അർജുനേട്ടനും സത്യഭാമയുടെ പക്ഷത്ത്. അവര് ജയിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നേ? നമുക്കൊരടി കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷേ അതുകൊണ്ട് നമ്മൾ വീണു പോരുത്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പൊരുതിയില്ലെന്നുണ്ടെങ്കിൽ സത്യഭാമയും മകളും എല്ലാം കൂടി അമ്മയിട്ട് ചവിട്ടി തേക്കും. എന്താ വേണ്ടെന്ന് വെച്ചാ നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. കിട്ടിയ അടി തിരിച്ചു കൊടുക്കണം അമ്മേ. അതിന് ഹേമലതയൊന്നും കൂട്ടുപിടിക്കണ്ട. തനിച്ചായിരുന്നപ്പോ അമ്മയ്ക്ക് ഇതിനേക്കാൾ ബലവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അർജുനേട്ടന്റെ വിവാഹത്തെക്കാൾ നമുക്കിപ്പോ പ്രധാനം പ്രീതിയുടെ ജീവിതം തകരുകയാ. എങ്കിലേ ഏത് കാലത്തും അർജുനേട്ടനെ തിരിച്ചു പിടിക്കാൻ ഒക്കൂ. മനസ്സിലായില്ല. സുസ്മിതയുടെ വിവാഹം ഇപ്പൊ നടക്കാൻ പാടില്ല. സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ പകുതി ബലം ചോരും. അത് തടയാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്യും. തലക്കടി കിട്ടിയ പാമ്പായിട്ടല്ല, പഴയ പുത്തേഴത്ത് വസുമതിയായിട്ട് തെളിഞ്ഞ ബുദ്ധിയോടെ ആലോചിക്കാം. അല്ല, അർജുനേട്ടൻ ഒരുങ്ങിയില്ലേ ഇതുവരെ? എങ്ങോട്ട് പോവാ? സുസ്മിതയുടെ കല്യാണത്തിന്. സുസ്മിതയുടെ കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ലല്ലോ പ്രതി. അർജുനേട്ടാ, അമ്മ അർത്ഥത്തിലൊന്നും അല്ല. പിന്നെ ഏതർത്ഥത്തിലാ പ്രതി? അവരുടെ വീട്ടിൽ ചെന്ന് മുഖത്തടിച്ചതുപോലെ സംസാരിച്ചിട്ട് പോന്നവരാ നീയും വിഷ്ണു. നിങ്ങളോട് അവർക്ക് ക്ഷമിക്കാം, മക്കളാണല്ലോ. ഞാൻ മരുമകനും. ആ ഒരു വേർതിരിവ് അങ്ങനെ തന്നെ അങ്ങ് നിന്നോട്ടെ. നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമല്ല, എന്നെ അപമാനിക്കാൻ വേണ്ടി അവരോട് വന്നെന്നാ എനിക്ക് മനസ്സിലായത്. പ്രീതി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീയും ഈ കല്യാണം കൂടെ ഇറങ്ങി തിരിക്കില്ല പ്രീതി. അർജുനേട്ടൻ, ഞാൻ പ്രീതി എന്നെ ക്ഷണിക്കാത്ത കല്യാണത്തിന് നീ പോകുന്നതിന്റെ അർത്ഥം എനിക്ക് നീ വില വെക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ തീരുമാനം നിന്റേതാണ്. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെയാണ് ഈ സുസ്മിത. നിന്റെ തീരുമാനം പറഞ്ഞില്ല. സുസ്മിതയുടെ കല്യാണം എനിക്ക് കൂടണം അർജുനേട്ടാ. അവളുടെ കഴുത്തിൽ താലി വീഴുന്നത് എനിക്ക് നേരിട്ട് കാണണം. അത് നടക്കുന്നത് നരകത്തിൽ വെച്ചായാലും. പ്രീതി, ഈ കാര്യം നമ്മൾ പലവട്ടം സംസാരിച്ചതാ. ഇനിയും നിനക്ക് നിന്റെ അമ്മ തന്നെയാണ് പ്രധാനമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. എന്തുവച്ചാ ഈ ബന്ധം ചിലപ്പോ ഇവിടെ അവസാനിച്ചേക്കുമെന്ന് അല്ലേ? കഴിയില്ലത്. ഇവർക്ക് മാത്രം എന്താവും ഇത്ര ഒരുങ്ങാനായിട്ട്? ആ, കുറെ നേരമായി വന്നിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. നാളെ നമ്മുടെ കല്യാണം. ഓ, അതാണോ പറയാനുള്ളത്? ആ, അതല്ല, നമ്മള് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുവരെയുള്ളതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. രോഹിത്തും അങ്ങനെ തന്നെ വേണമെന്നാ ഞാൻ പറയുന്നത്. ഫ്രണ്ടിനോട് പറഞ്ഞതുപോലെ
എന്നെ പിടിച്ച് കെട്ടിന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാം രോഹിത്തിന്. ഒരു യുദ്ധം ജയിച്ചു അല്ലേ? പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് ഒരു വഴിത്തിരിവാ. ഒരു താലിച്ചരടിൽ മരിക്കുകയും അതേ താലിച്ചരടിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നവൾ ആ പെണ്ണ്. താലിച്ചരട് കഴുത്തിൽ വീഴുന്ന നിമിഷം അവളുടെ അതുവരെയുള്ള ജീവിതം തീർന്നു. പിന്നെ പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം. അതുവരെ അവക്ക് പ്രിയങ്കരമായിരുന്ന അവളുടെ അച്ഛനമ്മമാർക്ക് വരെ അവളുടെ ജീവിതത്തിൽ പ്രാധാന്യം കുറയും. ഭർത്താവാണ് അവളുടെ ലോകം. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ അവളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ പോലും. ചെകുത്താൻ വേദബോധമെന്ന് കേട്ടിട്ടുണ്ട്, അതിപ്പോ അനുഭവിച്ചു. ഇത്രയും ദീർഘമായ ഒരു മുഖവരിയുടെ ഒന്നും ആവശ്യമില്ല. നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞാ മതി. അല്പം ക്ഷമ കാണിക്ക് രോഹിത്. ഞാൻ എവിടെയെന്ന് പോലും അറിയാതെ എന്നെ അന്വേഷിച്ചൊരു ഫോട്ടോയുമായി അലഞ്ഞ രോഹിത്തിന് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ 2 മിനിറ്റ് പോലും സമയമില്ലെന്നാണോ? രോഹിത്, നീക്ക് പറയട്ടെ. ഒരു മുൻപരിചയം ഇല്ലാതെ നടക്കുന്ന അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ലോകത്ത് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടാവും തോന്നുന്നില്ല, അല്ലേ? ഒരു പ്രണയം, പിന്നൊരു ബ്രേക്കപ്പ്, അതും കഴിഞ്ഞ് മാരേജ്. അതിന് മുഴുവൻ പറയട്ടെ രോഹിത്. കുറ്റം എന്റേത് തന്നെയാ, അത് ഞാൻ ഏക്കുന്നു. അതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഇതൊരു കുംഭസാരം. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പറഞ്ഞല്ലോ, തെറ്റുകളെല്ലാം എന്റെ ഭാഗത്ത് മാത്രമാണ് ഉണ്ടായത്. മാപ്പ് പറയുന്നില്ല. പറയുന്നതുകൊണ്ട് അർത്ഥമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ. പിന്നെ ഒരർത്ഥത്തിൽ രോഹിത്തിന്റെ വിജയം തന്നെയാണല്ലോ ഈ വിവാഹം. എന്നെ ഒരു മനുഷ്യ സ്ത്രീയാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ത്യാഗമാണ് ഈ വിവാഹം എന്ന് രോഹിത് പലവട്ടം പറഞ്ഞിട്ടില്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു മല്ലയുദ്ധമല്ല രോഹിത്. ജയിച്ചു കഴിഞ്ഞ് ആരുടെയെങ്കിലും കൈ റെഫറി ഉയർത്തിപ്പിടിക്കേണ്ട കളിയല്ല കല്യാണമെന്ന എന്റെ കാഴ്ചപ്പാട്. ഇതുവരെ സംഭവിച്ചതെല്ലാം വേണമെങ്കിൽ നമുക്ക് മറക്കാം. അല്ല, മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലെന്ന് രോഹിത്തിന്. എന്നാൽ എനിക്കൊന്നും പറയാനില്ല രോഹിത്, ഞാൻ ഇറങ്ങുക. നിക്ക്. ആരാ നീ? ഞാനതിനി പറയണമെന്ന് തോന്നുന്നില്ല. നിന്നോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇത് സത്യഭാമയുടെ വീടാ. ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് പോകാൻ പറ്റില്ല. എന്താ കാര്യം പറഞ്ഞിട്ട് പോ. രോഹിത് ഏട്ടനോട് ചോദിച്ചാ മതി, അറിയാം. രോഹിത്, നീ പറയണം. സത്യമായിട്ട് എനിക്കറിയില്ല സത്യമ്മേ. ഞാൻ ആദ്യമായിട്ട് കാണുക ഈ പെൺകുട്ടിയെ. എന്നെ അറിയില്ലെന്നോ രോഹിത് ഏട്ടന്? രോഹിത് ഏട്ടന്റെ സ്വന്തം സുസ്മിതയെ. രോഹിതേട്ടന്റെ സുസ്മിതയോ? പ്രേമിച്ച പെൺകുട്ടി വഞ്ചിച്ചു. അല്ല, അവളിപ്പോ എവിടെയുണ്ട്? ഈ നാട്ടിൽ എവിടെയോ അവളുണ്ട്. അവളെ ഞാൻ ഇവിടെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. എന്താ അവളുടെ പേര്? സുസ്മിത.
പച്ച കള്ളമാണല്ലോ ഇവള് പറയുന്നത്. ജീവന്റെ ജീവൻ എന്ന് പറഞ്ഞില്ലേ രോഹിതേട്ടൻ എന്നെ സ്നേഹിച്ചത്. ഇവൻ തന്നെ അവളെ കല്യാണം കഴിക്കട്ടെ. അത് നീതി നടപ്പാക്കിയിരിക്കും പത്മാവതി. അതാരുടെ ഭാഗത്താണെന്ന് നോക്കാം നമുക്ക്. ഭാമന്റി, രോഹിതായിട്ടൊരു ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. എങ്കിലും മറ്റൊരു ജീവിതം ചവിട്ടി തേച്ചിട്ട് രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ ഭാമന്റി. അഞ്ചകി, ഈ ആയുധം കയ്യിൽ വെച്ചോണ്ടാ നീ ചിരിച്ചുകൊണ്ട് നിന്നല്ലേ? മോളെ, അവൾ അതിന് തെളിവുമായിട്ട് വരട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. മോള് വിഷമിക്കണ്ട, നല്ലതേ നടക്കൂ. എടാ, അവസാന നിമിഷം. ഇല്ലമ്മേ, ഇതുകൊണ്ടൊന്നും സുസ്മിത രക്ഷപ്പെടാൻ പോകുന്നില്ല. അച്ഛന്റെ ആത്മാവ് കാവലുണ്ട്. ബ്രോ, ഏയ്, ഒരു കുഴപ്പമില്ല. നിന്നോടാരാ അങ്ങനെ അല്ലാന്ന് പറഞ്ഞത്? പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരണമെന്നില്ല. എനിക്കറിയാം നീ ഒരു ഫ്രോഡാണെന്ന്. ഡി, സത്യം പറ, എന്റെ രോഹിതേട്ടനെ എന്നിന്ന് തട്ടിയെടുക്കാൻ വന്നതല്ലേ? സത്യ, സുസ്മിത അല്പം തരികിട തന്നെയായിരുന്നു. പക്ഷേ നന്നാവാൻ തീരുമാനിച്ചതാ ഞാൻ. ഇനിയുള്ള കാലം രോഹിത്തിനോടൊപ്പം സമാധാനത്തോടെയുള്ളൊരു ജീവിതം. അതിന് നീ ഒന്നും സമ്മതിക്കില്ലല്ലേ? ശരി, ഞാൻ ഇനിയുള്ള സത്യം പറയാം. പറയണം നീ. അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴുതാലോ ഗംഗയിൽ മുങ്ങിയാലോ ഒന്നും ശാപമോക്ഷം കിട്ടില്ല നിനക്ക്. രോഹിതേട്ടനുമായ ഒരു ജീവിതം അത്രയ്ക്ക് കൊതിച്ചുപോയി ഞാൻ. ഷോ, കഷ്ടമായിപ്പോയി. നീയൊരു ഭൂലോക ഫ്രോഡാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. നിനക്ക് ഇത്രയും മാനസാന്തരം വന്ന സ്ഥിതിക്ക് ആ രോഹിത്തിനെ ഞാനെങ്ങനെ നിനക്ക് വിട്ടുതരാനാടി? നീ പോലും രോഹിത്തിനൊപ്പം ജീവിതം കുതിക്കുന്നെങ്കിൽ ആ രോഹിത് അത്രയ്ക്കും മിടുക്കനായിരിക്കുമല്ലോ. പക്ഷെ മാനസാന്തരപ്പെട്ട നിന്നോട് മാത്രം ഞാൻ സത്യം പറയാം. അല്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കില്ല. എന്റെ പേര് സന്ധ്യ എന്നാ. പക്ഷേ അത് തെളിയിക്കാൻ നീ വിചാരിച്ചാലൊന്നും സാധിക്കാൻ പോകുന്നില്ല കേട്ടോ. കാരണം എന്നേക്കാൾ വലിയൊരു ഫ്രോഡാ ഈ കളിക്ക് പിന്നിൽ. ഒരു ഗജ ഫ്രോഡ്. എങ്ങനെയുണ്ട്? ഇത് ധാരാളം മതി. നിന്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, രോഹിത് തേടി നടന്ന സുസ്മിത ഞാനാണെന്ന് തെളിഞ്ഞാൽ നാളെ നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ അവനും ഞാനുമായുള്ള വിവാഹം നടത്തുമെന്നല്ലേ സത്യാമ്മ പറഞ്ഞത്? ആ, അതെ. ഞാനിപ്പോ ഒരു മാരേജിന് പ്രിപ്പയർഡ് അല്ലടി. അങ്ങനെ ഇരിക്കുമ്പോ ഇതെന്തൊരു കഴുതയാ. എടി, നീ എന്നു മുതലാ താലി മഹാത്മ്യത്തിൽ വിശ്വസിക്കുന്ന ഭാവശുദ്ധിയുള്ള ഭാരത സ്ത്രീ ആയത്? എടി, താലി എന്ന് പറയുന്നത്
നമ്മുടെ ശരീരത്തിൽ അണിയുന്ന ഒരു ആഭരണം മാത്രമാ. ദേ ഈ വളയും മാലയൊക്കെ പോലെ. അതിപ്പോ ആണ് കിട്ടിയാലും പെണ്ണ് കിട്ടിയാലും. അതിനപ്പുറത്തേക്കുള്ള മാഹാത്മ്യമൊക്കെ അതിന് കൽപ്പിച്ചു നൽകുന്നതേ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഓരോ കാരണവന്മാരാ. നിന്നെ ഈ നാട്ടിൽ ആരറിയാനാ? എടി, അവൻ കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നീ നിന്റെ പാട്ടിന് പോണം. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ലൈഫ്. അവൻ നിന്നെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? അത് തന്നെയാണടി അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരു കാലത്ത് ഞാൻ പ്രേമിച്ചു എന്ന് പറഞ്ഞ് അവൻ എന്റെ പിന്നാലെ നടന്ന് കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ. ഇത്രയും കാലം പ്രേമിച്ച സുസ്മിതയെ അന്വേഷിച്ച് അവനൊരു താലിയുമായിട്ട് നടന്നു. ആ, ഇനി വധൂവരന്മാരെ വിളിക്കാം. അമ്മ വിളിക്കാം. സാറല്ലേ പോയി വിളിച്ചോണ്ട് വാ. അവിടെ ഇരിക്കും സുസ്മിത. ചടങ്ങിനിടയിൽ എഴുന്നേക്കാൻ പാടില്ല. അല്ല, എനിക്ക് കുറച്ച് നിനക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സാരമില്ല. ഇതിപ്പോ 2 മിനിറ്റ് കൊണ്ട് കഴിയും. എന്താ മോളെ? തല ഇറങ്ങുന്നല്ലോ തോന്നുന്നമ്മേ. സരളാന്റി പേടിക്കണ്ട. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുകയല്ലേ സുസ്മിത വീണ താങ്ങാനായിട്ട്. സുസ്മിത വെള്ളം മറ്റോ വേണോ മോളെ? ആദ്യം ചടങ്ങ് കഴിയട്ടെ സത്യമ്മേ. അത് മതി. ആ, കെട്ടിക്കോളൂ. കെട്ടല്ലേടാ ദ്രോഹി. കെട്ടിയ കൊല്ലും നിന്നെ ഞാൻ. ദ്രോഹി കെട്ടി. അയ്യോ സത്യമേ. ഭാഗ്യം കെട്ടിയില്ല. ഞാനും രോഹിതുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? ദാ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണു നിറച്ച് കാണും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനും മാനത്തിനും വേണ്ടിയിട്ടുള്ള നിലവിളിയാണിത്. അതും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന സത്യമ്മയുടെ വീട്ടുപടിക്കൽ വെച്ച്. വാക്കാണ് സത്യമെന്ന് സത്യമ്മ പറയാറില്ലേ? സത്യമ്മ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിലേക്കായിരിക്കില്ല ഞാൻ പോകുന്നത്.
രോഹിത് മറ്റൊരു പെൺകുട്ടിയുമായി ഒന്നിക്കുന്നതിന് മുൻപ് സുസ്മിത ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. ഇത്രയും പേർക്ക് മുന്നിൽ മാനം കെട്ടിട്ട് ഞാൻ എന്തിനു ജീവിക്കണം? ഇങ്ങ് വാ സുസ്മിത. മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് എനിക്കൊരു താലിഭാഗ്യം വേണ്ട ഭാമാൻഡി. രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. ഈ ബന്ധം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ സമാധാനിച്ചോളാം. ഭാമേ, ഇത് 3ാമത്തെ തവണ എന്റെ കുഞ്ഞ്. സരള എന്നോട് ക്ഷമിക്കണം. രോഹിത്, നീ അവിടെ പോയിരിക്കണം. സത്യമേ എന്തായി പറയുന്നത്? പറയുന്നതനുസരിച്ചാ മതി. അല്ലെങ്കിൽ സത്യഭാമ ആരാണെന്ന് നീ അറിയും. പോയിരിക്കട്ടെ അവിടെ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട്. മോളിങ്ങോട്ട് ഇറങ്ങ. ചെന്നിരിക്കടാ. അതാരാണെന്ന് ഇവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇയാൾ എന്റെ പുക കണ്ടാണോ? അതെന്തിനാ പോലീസ്? ഇവിടെ പോലീസും കോടതിയൊക്കെ ഈ സത്യഭാമയാ. സത്യഭാമയെ വിഡ്ഢിയാക്കാൻ നോക്കിയാലേ ഇവളും മറുപടി പറഞ്ഞേ തീരൂ. പറയിക്കമ്മേ, ഇതിന്റെ പിന്നിലെ സൂത്രധാര ആരാണെന്ന് ഈ പന്തലി വെച്ച് തന്നെ ഇവളെ കൊണ്ട് പറയിക്കണം. പറഞ്ഞോ നീ സത്യം? പറയടി. പറയടി. എടി പറയാൻ. ഇവളെ എങ്ങനെ അടിക്കാതെ സത്യാമ്മേ? എന്റെ മോനെ മോശക്കാരനാക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കൂടി. എന്റെ കണക്കിന് ഇതുകൂടി ഇരിക്കടി. പത്മാവതി ഒന്ന് മാറിക്കേ. പെണ്ണിന്റെ അമ്മയുടെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോയെന്ന് നീ കരുതിയോ? എടി ദ്രോഹി, നിന്റെ അമ്മയെ എന്നെ ഇപ്പൊ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നമ്മയെ ഞാൻ പറഞ്ഞിട്ട് അവള്. പക്ഷെ ഒന്നും പറയാനും വയ്യല്ലോ. ഈ തള്ളമാരെല്ലാം കൂടി എന്നെ തല്ലി കൊല്ലുമോ ദൈവമേ? എടി, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചാകും നീ. എന്നെ ഇനി തല്ലരുത് സത്യാമ്മേ, ഞാൻ എല്ലാം പറയാം. ഇതിനു മുന്നേ കളിച്ചാരാന്നേ അവിടെ കൊണ്ട് പറയിപ്പിക്കാമേ. പറയടി. എടി പറയാൻ. ആരാ ഇതിന് പിന്നിലെന്ന്? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് പറയടി. ഞാൻ പറയാം.
എന്നാ പറ. നിന്നെ കൊണ്ട് ഞാനിന്ന് പറയിപ്പിക്കും. നീ പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയടി. ഞാൻ പറയാം സത്യമേ. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് രോഹിത്തിനെ ഇടയ്ക്കിടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനും പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോ ഇവൾ ആള് കൊള്ളാലോ. നിനക്ക് അഭിനയിക്കാൻ മാത്രമല്ല കഥയുണ്ടാക്കാനും അറിയാം അല്ലേടി? വിശ്വസിച്ചും തോന്നുന്നു. ഇവളെന്താ ഞാൻ ചെയ്യേണ്ടത്? അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഭാമേ. അവര് നിജസ്ഥിതി മനസ്സിലാക്കി നെല്ലും പതിനും തിരിച്ചോളും. അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ അങ്ങ് തൂക്കിയാലോ, ആ വിജയിനെ. ഈ പന്തലി കൊണ്ടുവന്നിട്ട് ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. എന്താ? ഏയ് വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ സുസ്മിത വേണ്ടാത്ത? അല്ല, കേസും വഴക്കൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാ. പോരാത്തതിന് ഇവിടെ ഒരു മംഗളകർമ്മം നടക്കല്ലേ. ആ അത് ശരിയാ. സുസ്മിതയുടെ കഴുത്തില് താലി വീഴണം, അത് തന്നെയാ പ്രധാനം. എന്നാലും ഇവൾ എന്നോട് ചെയ്തത് മഹാപരാധമാണെങ്കിലും അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ. ഇവള് പറഞ്ഞ പോലെ ആത്മഹത്യയോ മറ്റോ ചെയ്താ അതിന്റെ പാപഭാരം പേര് നടക്കേണ്ടി വരില്ലേ നമ്മൾ? സുസ്മിത ഇത്രയും മഹാമനസ്കയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ജന്മന അവൾ അങ്ങനെയാ മോളെ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഇഷ്ടമല്ല അവൾക്ക്. സുസ്മിത ഇപ്പോ ഇത്രയും കെഞ്ചി പറയുന്ന സ്ഥിതിക്ക് നമുക്കിപ്പോ ഇവളെ അങ്ങ് വിട്ടേക്കാം അല്ലേ സത്യാമ്മ? മേലാൽ ഇത്തരം എന്തേലും കേസിൽ നിന്റെ പേര് ഞാൻ കേട്ടാൽ സത്യഭാമയെ നീ മണ്ടിയാക്കാൻ ശ്രമിച്ചതെന്ന് ഓർത്തോണം. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയി ജീവിച്ചില്ല എന്നുണ്ടെങ്കിലേ ഇതിന്റെ കൂടി പിഴ ചേർത്ത് നീ അടയ്ക്കേണ്ടി വരും അടുത്ത തവണ. പൊയ്ക്കോ. നന്ദിയുണ്ട് സത്യാമേ. മരണം വരെ ഈ ഉപകാരം മറക്കില്ല ഞാൻ. പൊയ്ക്കോ. പൊയ്ക്കോ പൊയ്ക്കോ. ഇനി വേറെ എവിടെയെങ്കിലും പോയി കുഴപ്പമൊന്നും കാണിക്കരുത് കേട്ടോ. മോനെ, നമ്മള് പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. മറ്റുള്ളവരങ്ങനെ ചെയ്തത് എന്തിനാന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്നായിരിക്കും. നമുക്കൊപ്പം ഉള്ളവരെങ്കിലും. അർജുനേട്ടനും അമ്മ ഇവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ബന്ധങ്ങളെ തകർക്കാൻ എളുപ്പമാ, പക്ഷെ മുറിഞ്ഞുപോയത് കൂട്ടിച്ചേർക്കാൻ വളരെ ബുദ്ധിമുട്ടാ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനിത് പറയുന്നേ. അർജുനേട്ടൻ എത്രയും പെട്ടെന്ന് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരണം. പ്രീതി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അർജുനേട്ടനെ. ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനെ മനസ്സിലാവും. കല്യാണത്തിന് പോകാനിറങ്ങിയപ്പോ മോൻ പ്രീതിയോട് അങ്ങനെയൊന്നും പെരുമാറുണ്ടായിരുന്നു. കുറച്ചുമ്പേ പ്രീതി വിളിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞു. സുസ്മിതയും രോഹിത്തിനെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കുക വിഷ്ണു ശാലിനി. മോനെ, പ്രീതി ഇപ്പൊ വീട്ടില് ഒറ്റയ്ക്കായതുപോലെയാ. ഓ, ഇനി സുസ്മിത ചെന്ന് കയറുന്ന വീട് എന്താവോ?